നമസ്കാരം. 2018-ൽ വൈദ്യുതി മന്ത്രിയും നിയമസഭയും അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ പെൻഷനിൽ നിന്ന് പ്രതിമാസം 500 രൂപ വീതം പിഴ ഈടാക്കാൻ 5 വർഷത്തിന് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഉത്തരവ്. ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ PA ആയി സേവനമനുഷ്ഠിച്ചിരുന്ന VP മുഹമ്മദ് അലിക്കാണ് വിരമിച്ച് 2 വർഷത്തിന് ശേഷം ശിക്ഷാ നടപടിയെടുത്തത്. 500 രൂപ കുറയ്ക്കാനുള്ള ഉത്തരവ് സർക്കാർ സ്ഥിരപ്പെടുത്തി. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് നടപടി. തെറ്റ് സംബന്ധിച്ച സാഹചര്യത്തിൽ പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ഇദ്ദേഹത്തിൽ നിന്ന് 3000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് 500 രൂപ സ്ഥിരമായി പെൻഷനിൽ നിന്ന് ഈടാക്കാൻ ഉത്തരവായത്. 2018 നവംബർ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സമൂഹമാധ്യമത്തിലെ പരാമർശം ഉചിതമല്ലെങ്കിലും ഗുരുതര സ്വഭാവമുള്ളതല്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പെൻഷനിൽ നിന്ന് 500 രൂപ വീതം ഈടാക്കാൻ താൽക്കാലിക തീരുമാനമെടുത്തു. മനഃപൂർവ്വം ചെയ്ത തെറ്റല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെങ്കിലും പെരുമാറ്റച്ചട്ടം അനുസരിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി എന്ന നിലയിലാണ് ഈ ശിക്ഷയെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഗീതാ ഗോപിനാഥ് ഒപ്പിട്ട ഉത്തരവിലെ വിശദീകരണം. ബോധപൂർവമായി സംഭവിച്ച തെറ്റല്ലെന്നും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകണമെന്നും മുഹമ്മദ് അലി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ താൽക്കാലിക തീരുമാനം അന്തിമ ഉത്തരവായി ഇപ്പോൾ പുറത്തുവിടുകയായിരുന്നു. സർവീസിലിരിക്കെ സംഭവിച്ച വീഴ്ചകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാറുണ്ടെങ്കിലും പെൻഷൻ തുകയിൽ ആജീവനാന്തം കുറവ് വരുത്തുന്ന സംഭവങ്ങൾ അപൂർവമാണെന്ന് സർവീസ് വിദഗ്ധർ പറയുന്നു. തമാശ രൂപേണയുള്ള പോസ്റ്റാണ് പങ്കുവച്ചതെന്നും മന്ത്രിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും കുറ്റസമ്മത മൊഴിയിൽ മുഹമ്മദ് അലി വിശദീകരിച്ചെങ്കിലും ഗുരുതര പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് കണ്ടെത്തൽ. 2021 ഒക്ടോബർ 31-ന് മുഹമ്മദ് അലി വിരമിച്ചു. അന്വേഷണം പൂർത്തിയാവാത്തതിനാൽ പെൻഷൻ ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയായിരുന്നു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പെൻഷനിൽ നിന്ന് മാസം തോറും 500 രൂപ വീതം കുറയ്ക്കാൻ ആദ്യം താൽക്കാലിക തീരുമാനമെടുത്തു. പിന്നീട് റിപ്പോർട്ടിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് PSCയുടെ ഉപദേശം തേടി. തുടർന്നാണ് സ്ഥിരമായി 500 രൂപ വീതം ഈടാക്കാനുള്ള തീരുമാനം. മുൻമന്ത്രി MM മണി പണ്ട് കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടത്തിയ 1, 2, 3 പ്രസംഗത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റാണ് മുഹമ്മദ് അലിക്കെതിരായ ഒന്നാമത്തെ ആരോപണം. സ്പീക്കറായിരുന്ന സമയത്ത് P. ശ്രീരാമകൃഷ്ണൻ വില കൂടിയ കണ്ണട വാങ്ങിയെന്ന വിവാദത്തിൽ UDF മന്ത്രിമാരുടെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ ന്യായീകരിച്ചപ്പോൾ അതിനെതിരെയുള്ള പോസ്റ്റാണ് അടുത്ത കുറ്റം. ഇരു പോസ്റ്റുകളും അദ്ദേഹം പിന്നീട് നീക്കം ചെയ്തിരുന്നു. ഇടതുപക്ഷ അനുകൂല കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകനായിരുന്നു മുഹമ്മദ് അലി.